ചിലരുടെ ഉടമ്പടി അവരിങ്ങനെ പച്ച പിടിച്ച് വരും, എന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ വാടിപ്പോണ കാണാം. എന്നിങ്ങനെ കണ്ടിട്ടില്ലേ? ചില ഉടമ്പടി ഇങ്ങനെ പച്ച പിടിച്ച് വരും. ഓരോരോ അനുഗ്രഹങ്ങൾ കിട്ടി അവരെ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്ത് ദൈവമായിട്ട് ദൈവം ചില ദർശനങ്ങളൊക്കെ കാണിച്ച് മഴവില്ലൊക്കെ കാണിച്ച് മുല്ലപ്പൂവിൻ്റെ മണമൊക്കെ ഉണ്ടായി സാന്നിധ്യമൊക്കെ ഉണ്ടായി ഇങ്ങനെ ഇരുന്ന ശേഷം പെട്ടെന്ന് ഈ സാധനം യോനായുടെ തണൽ മരം പോലെ ഈ പുഴു കയറി വെട്ടണ കാണാം. യോനായുടെ തഴമരം ആ തണൽമരം പെട്ടെന്ന് ഇങ്ങനെ വളർന്ന് വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഉണങ്ങിപ്പോകത്തില്ലേ യോനായുടെ തണൽമരം? അത് ഒരു പുഴു കയറി വെട്ടണമാണ് കാണുന്നത്. യോന ക്ഷുഭിതനായി, അതിൻ്റെ കാര്യമൊന്നുമില്ല. ദൈവം പറഞ്ഞ് ക്ഷുഭിച്ചിട്ട് കാര്യമില്ലെന്ന്. നികലല്ലാതെ ഉണ്ടാക്കിയത് ഞാനല്ല ഉണ്ടാക്കിയത്, ഞാനല്ല ക്ഷോഭിക്കേണ്ടത്, എനിക്ക് ക്ഷോഭമില്ലല്ല. ഞാനിതിനെല്ലാം ഈ മഴയും കാറ്റും വെയിലും മഞ്ഞും എല്ലാം അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് ദൈവം പോണത്. ചില ആൾക്കാരും നല്ല കാര്യങ്ങൾ മാത്രമേ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ, ചില ആൾക്കാർ നല്ല കാര്യങ്ങൾ മാത്രമേ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അച്ഛൻ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം, ചില ഉടമ്പടി ഇങ്ങനെ പെട്ടെന്ന് ഫ്ലറിഷ് ചെയ്ത് വരും. ചിലർക്ക് ഭയങ്കര കൊടിയ സാക്ഷിയൊക്കെ പറഞ്ഞ ആൾക്കാരെ കമത്തിയ ആൾക്കാർ ചിലപ്പോൾ ഗതികിട്ട പ്രേതം പോലെ നടക്കണ കാണാം. അപ്പോൾ നമ്മളൊക്കെ ഇവർ ഇന്ന് ഈ കഴിഞ്ഞ കൊല്ലം വെടിക്കെട്ട് സാക്ഷ്യം പറഞ്ഞ ആൾക്കാരാണല്ലോ, ഇവർക്ക് എന്ത് പറ്റിയെന്ന് നോക്ക്. അതേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ജാഗ്രതയില്ലെങ്കിൽ ഉടമ്പടി ജീവിക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ അതികോൺഫിഡൻസ് ഇല്ലേ, ആത്മവിശ്വാസം, അതിൻ്റെ അകത്ത് ചില വ്യക്തികളിൽ അത് ആത്മവിശ്വാസമായിട്ട് അഹങ്കാരമായിട്ട് മാറും. എന്നിട്ട് ഇവരെന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ അഹങ്കാരം ഉണ്ടായിക്കഴിഞ്ഞാൽ കുഴപ്പം, ഇന്ന് വരെ നേടിയ നേട്ടങ്ങളെല്ലാം ഇവർ തന്നെത്താൻ പറയും, അത് ഉടമ്പടി എടുത്തില്ലെങ്കിലും എൻ്റെ മകന് PR കിട്ടുമായിരുന്നു. സാധനം പോകണ്ട, കൗണ്ടർ അടിക്കണേണ്ട. അത് വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അഹങ്കാരികൾക്ക് മാത്രമേ കൗണ്ടർ അടിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് അമ്മ എപ്പോഴും പറയണത്, അവിടുന്ന് തൻ്റെ ദാസിയുടെ വിനീത അവസ്ഥ ഇതൊക്കെയാണ് പറത്തു. ഈ വിനീത അവസ്ഥ എന്ന് പറയണത് ഒരു അവസ്ഥയാണത്, സ്റ്റേജ്. അത് ദൈവം തൃക്കൺ പാർക്കണമെങ്കിൽ ബേസിക് ആയിട്ടുള്ള സിറ്റുവേഷൻ. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. ദാസിയുടെ തൃക്കൺ പാർത്ത ദാസനെ പാടുക സ്വരത്തില്. ദാസിയുടെ തൃക്കൺ പാർത്ത ദാസനെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ഇത് നിങ്ങളെ ശ്രദ്ധിക്കാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ആത്മവിശ്വാസം, ആത്മവിശ്വാസം ഓട്ടോമാറ്റിക്കായിട്ട് അഹങ്കാരമായിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ഇവർ പറയും സെൽഫ് റിലയൻസ് വരും. എന്താണ് പറയണത്? ഇത് ഞാൻ ഉടമ്പടി എടുത്തില്ലായിരുന്നെങ്കിലും എൻ്റെ ലോണൊക്കെ അടഞ്ഞു പോയേനും, മൂത്തമകൻ്റെ കാശ് കൊണ്ട് അടഞ്ഞു പോയേനും. അപ്പം ഇതെല്ലാം അവരുടെ സ്വന്തം അക്കൗണ്ടിലേക്ക് കൊണ്ടുവരും. ഇവർ അറിയാതെ കൊണ്ടുവരുന്നതാണ്. ദൈവം പണി കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നവന് ഇങ്ങനെയുള്ള ദുർചിന്തകൾ ഉണ്ടാകും, ഒരു കുഴപ്പമില്ല. കാര്യം ഇവർ തൽക്കാലം വൈദ്യപ്പഴപ്പിന് വേണ്ടി ദൈവത്തിൽ കമന്ന് വീണതാണെന്ന് ദൈവത്തിനും അറിയാം. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അറിയാമെന്നുള്ളതാണേ. നമ്മളെ അറിയാം എന്നല്ലേ, എനിക്ക് നിന്നെ നന്നായി അറിയാം എന്നുള്ളത് നിസ്സാരമായ ഒരു അറിവല്ല. മോസസ് ഇന്ന ഉയർച്ചയ്ക്ക് മുഴുവൻ കാരണം
ദൈവത്തിൻ്റെ അറിവാണ്. അതുപോലെ മനുഷ്യന്മാരുടെ പല തകർച്ചയ്ക്കും കാരണം നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ മുൻകാല പ്രാബല്യത്തോടുകൂടിയുള്ള അറിവാണ്. കഴിഞ്ഞ കാലങ്ങളിലെ ദൈവത്തിന് പണി കൊടുത്ത ഭയങ്കര ചരിത്രമുള്ള ഒരു പ്രസ്ഥാനമായിരിക്കും നീയേ. അതൊക്കെ ഒഴിവാക്കിയിട്ട് വേണം ഉടമ്പടിയിലേക്ക് വരാൻ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പുറപ്പാട് 33:17. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. എന്തെന്നാൽ നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു. നിന്നെ എനിക്ക് നന്നായി അറിയാം. നിന്നെ എനിക്ക് നന്നായി അറിയാവുന്നു. ഇതാണ് എല്ലാ പ്രീതിയുടെയും ബേസ്മെന്റ്. നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. ബിക്കോസ് ഐ നോ യു വെൽ. എനിക്ക് നിന്നെ നന്നായി അറിയാം. എൻ്റെ മക്കളെ, ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു വെളിച്ചത്ത് ജീവിക്കുന്ന ജീവിതമായിരിക്കണം നമ്മുടേത്. മോസസിനെ അറിയാം. കാര്യം എന്ത് ദൈവം ചെയ്താലും ചെങ്കടൽ പിളർത്തിയത് അന്ന് കർത്താവാണെന്നും മോശം മരിക്കണവരെ അത് കർത്താവ് തന്നെയായിരിക്കും, അല്ലാതെ ഇവൻ്റെ കയ്യിരിക്കുന്ന വടിയായിരിക്കത്തില്ല. അതാണ് വിഷയം. കനായ പാറ പൊട്ടിച്ച് വെള്ളം ഒഴുക്കിയത് മോസസിൻ്റെ മരണം വരെ അത് കർത്താവ് തന്നെയായിരിക്കും, അല്ല മോസസിൻ്റെ കഴിവായിരിക്കത്തില്ല. അതായത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അത് തന്നെയാണ് ഈ ഫോളോ ചെയ്യണതെല്ലാം. ഈ ബട്ട് ബൈ ഗ്രേസ് ചില ആൾക്കാർ കാര്യം കാണുമ്പോൾ തൽക്കാലത്തേക്ക് അംഗീകരിക്കുമെങ്കിലും 6 മാസം കഴിയുമ്പോൾ അംഗീകരിക്കത്തില്ല. അത് എൻ്റെ ഇളയ മകൻ നല്ല ബ്രില്യൻ്റ്, അവൻ എൻ്റെതാണ് മകനെ എന്ന് പറയും. തീർന്ന പോലെ ഈ പെരിച്ചാഴി പെറ്റ സാധനമാണ് അതെന്നാണ് പറയണതേ. എന്നുവെച്ചാൽ ഇവൾക്കാണ് എൻ്റെ ക്രെഡിറ്റ്. ഇവൾക്കാണ് എൻ്റെ ക്രെഡിറ്റ്. കാരണം പപ്പ ആദ്യം പഠിച്ചിട്ടില്ല, പിന്നെ പഠിച്ച കോത ഞാനാണ്. അപ്പം എൻ്റെ കുഞ്ഞായിരിക്കുമല്ല ഈ കയറി പോണത്. അപ്പം നമ്മൾ അറിയാതെ ഇവൻ്റെ ഔന്നത്യം നമ്മുടെ അക്കൗണ്ടിലാക്കും. അമ്മ പാഴ്സല് പണിമേടിക്കാൻ പോവുകയാണേ. ഇങ്ങനെ അഹങ്കാര ജന്മങ്ങളാണ്. ആത്മവിശ്വാസം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും കുത്തുപാള എടുക്കേണ്ടി വരും. എന്താ കാര്യം? അമ്മ അതാണ് പറയണത്. അവിടുന്ന് തൻ്റെ ദാസിയുടെ വിനീതാവസ്ഥ എന്ന് പറയണത് ഒരു സച്സ്കോയാണ്. അതെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. ഉടമ്പടി പുരോഗമിക്കുന്ന കൂടെ ഈ നമ്മുടെ വിനീത അവസ്ഥ നിലനിർത്തിയെടുക്കണം. അതൊരു ബുദ്ധിപരമായ ആധ്യാത്മിക നിലപാടാണ്. ഉടമ്പടി ജീവിതം പുരോഗമിക്കുന്നതിൻ്റെ സമാന്തരമായിട്ട് അതിൻ്റെ ഫോർമാറ്റ് നിലപാട് തറ എപ്പോഴും കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ആ വിനീത അവസ്ഥ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ പല പെണ്ണുങ്ങൾക്കും പറ്റത്തില്ല. കാര്യം അഹങ്കാരത്തെ കൈയും കാലും വെച്ച് പണ്ടാരം ജനിച്ചിരിക്കുകയാണ്. അതാണ് പ്രശ്നം. ഇതിപ്പോൾ നിസ്സാര പ്രശ്നമല്ല. ജനിച്ച കാലം മുതൽ അഹങ്കാരത്തെ കൈയും കാലും വെച്ചിരിക്കുകയാണ്. വാ പൊളിച്ചാൽ അഹങ്കാര വർത്തമാനമായി എന്ന് വരത്തുള്ളൂ. ഈ കക്ഷികൾക്ക് ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പം വിനീതാവസ്ഥ നിലനിർത്തുക എന്ന് പറയണത് വിശ്വാസ വളർച്ചയുടെ പുതിയ രൂപങ്ങളാണത്. I am saying thanks from the bottom of my heart to Jesus and also Mother Mary for making me a witness of this in this altar where Mother Mary had her apparition in 2004. I am coming from Cairns, Australia. I am working as a scientist in the agriculture sector for last 40 years, and I have worked in many countries. And in the last 14 years, I have been working in Australia as an agriculture scientist. I came to this altar of Mother Mary at Kripasanam because I had a difficult time as an organizer
of the as the organizer and the sole convener of the Conference of International Plant Propagators Society last year, 2025 May in Keynes. I was finding it extremely difficult to find the private partnership, the funding that I required, and I was not able to secure this until November. On 2nd of November 2025, I came to Kripasanam and I prayed here very hardly, especially for this intention. And when I went back and started talking to people, I was amazed at the response of different private companies who supported me with the best ever funding that was provided to this conference in the 53-year history of international plant propagate societies in Australia. So I had a wonderful experience of this conference by the grace of Jesus and Mother Mary, and not by my merit at all. Even when I talked to the local minister for support, she kindly agreed and she came to the conference and became a speaker for me, making it a wonderful event. Secondly, I was suffering from a skin disease in the groin area for which I sought treatment for 6 months before I came here and prayed. I have been watching these videos of the testimonies from Kripasanam on various aspects, especially of the miraculous healing of diseases, especially like cancer and other chronic illness. And that prompted me to pray here. And I could not see Father Joseph at that time, but I prayed to Mother Mary and I got the holy oil and the holy salt from Kripasanam, and I used it along with the medication I was using, and within a week I got cured of this problem. I thank Lord Jesus and Mother Mary for this wonderful healing I received, which was really bothering me, especially when I had this public assignment. I was really worried about the troubles I was having with this sickness when I have to be in the public. Third experience I had, wonderful experience, miraculous experience I had is about my neighbor. My neighbor was a problem not only for me, but also for the entire street we lived in. They used to make a lot of problems for everyone, and we were abused every day on a daily basis. And we used to pray for divine intervention so that we can get out of this problem. And in October 2025, when we went away for 10 days holidays abroad, I was really worried about what would happen when we are away. And so I used the holy salt. I spread the holy salt along the fence, separating my neighbor and us. And I prayed to Kripasanam, Mother Mary and Jesus for finding a solution and helping us with this vacation period with no trouble. But it's a miracle. When I came back, I could not believe there was a board, there was a sale board, signboard saying house for sale. And this family has sold their property and they have moved away, and we have got amazing neighbors by the new year 2026. So this is a wonderful experience I had, miraculous experience we had by the use of the Kripasanam salt. And I thank Lord Jesus and Mother Mary for this miraculous help that rendered to us. This I had this and many other small blessings that I received from Jesus
and through the intercession of the Kripasanam Mother Mary. But the other aspect I like to explain is the spiritual help, the change in my spiritual life that I experienced. Before, I used to go only on Sundays to the church, but now I am happy to be in the church when there is adoration, like we have perpetual adoration in our church, and I take part 3 days at least for 1 hour. I am happy to be an adorer there on a roster. I also join the Holy Mass, like we have 4 days Holy Mass in the parish where I'm regularly going to the church. So whenever we have this Mass in our church, I am going there every time. And also whenever possible, I go to other church on days where there is no Mass in our church. So this is a wonderful experience. So it's taking me closer to God, I feel, through this as a result of this. But again, then after finishing my 90 days and the successful conference, I was a bit relaxed. Maybe I started socializing more, and also I also started socially drinking and this kind of social habits which I had before. I had a very bad habit of playing cards online, but online playing of the cards, this was not for money, or it was not involving any money. There was a site where on a subscription I used to play. But the problem was, I will play for 4 hours, 5 hours. Sometimes I will stay, like if it is a weekend, on a Friday night, I may even play for the whole night, and next day I will be sleeping. So it became a real issue for my family. So I was very badly addicted to it. Of late, then I realized like my life is not going really nice. And at that time, I thought I will again take online Marian covenant. So I made online covenant with Mother Mary and Jesus in January this year, and since then I could avoid all this bad habit, like playing online cards, and also the problem of my drinking. Everything stopped. So I have a better life, and I have a very peaceful family. I thank Mother Mary and Lord Jesus for all these blessings. And I also gave in the Kripasanam paper in our church cycle, to the Malayali community in Cairns, and also English paper to the English church where I go, and I also mingle with the people there. So I could share the Kripasanam Marian news among the Malayalis in Cairns, Australia, and also with some of the English community there. I also do a bit of charitable work. When I was in Kerala last time, like in November last year, I offered Podichoru for many people when I was here. I work with St. Vincent de Paul Society in Australia. There is a practice like the people who are in need, they will call the St. Vincent de Paul office, and we go in batches of 2 people, visit these families, listen to their problems, and also we will extend the help, that is monetary help or food assistance from the St. Vincent de Paul. So I'm doing that because I have some time. So on a regular basis, I go with other Vincentians and do this. There is also another charity that looks after, that supplies food, shares food to poor people in the city. So I'm not directly taking part in that by making food or supplying the food, but I
provide them monetary support so that this charity is supported and they can support the food needs of the people. Another activity I could do was helping a needy family to build a home. So that I thank Lord Jesus for blessing me with these opportunities to help others by doing, as Mother Mary said, do what He says. And I believe truly, as our Father Joseph Pachan says, it is more important, like Udambadi is a life to live, not just to say prayers. And thank Mother Mary and Jesus for blessing me to do these things in the name of our Lord Jesus. യേശുവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ഞാൻ ബ്ലൂമി പ്രിൻസിപ്പളായിട്ട് തൃശ്ശൂർ ഗവൺമെൻറ് കോളേജിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ 2025 ഡിസംബർ 3-ാം തീയതിയാണ് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ വിശ്വാസത്തെ ക്രമീകരിക്കാനായിട്ട് കൃപാസന മാതാവ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചതാണ്. കാര്യം ചെറുപ്പം മുതലേ എൻ്റെ ജീവിതത്തിൽ യേശുവും മാതാവും ഒരുമിച്ച് കൂട്ടായി നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതിലൂടെയാണ് ഞാൻ എത്രയോ ഉയരങ്ങളിൽ തരണം ചെയ്തത്. എന്ത് സങ്കടങ്ങളായാലും എന്ത് സന്തോഷങ്ങളായാലും എന്ത് ആവശ്യങ്ങളായാലും ഒന്ന് മുട്ടിപ്പായിട്ട് ഞാൻ പ്രാർത്ഥിക്കും, സംസാരിക്കും, എല്ലാം ചെയ്യാറുണ്ട്. അപ്പോൾ അതിലെല്ലാം എനിക്ക് ഉത്തരം കിട്ടുമായിരുന്നു. എന്നാൽ 2022 വരെ, എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ 2022 ഏപ്രിൽ വരെ ഇതെനിക്ക് ഫീൽ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ 2022 ഏപ്രിൽ അവസാനത്തോടെ ഒരു സ്വപ്നത്തിൽ പെട്ടെന്ന് ദൈവം എന്നിൽ നിന്ന് അകന്നു പോണ പോലെ എനിക്കൊരു ഫീൽ ഉണ്ടായി. ഞെട്ടി ഞാൻ എണീറ്റു. പക്ഷേ എനിക്ക് എന്താ കാര്യമെന്ന് പോലും മനസ്സിലായില്ല. ഞാൻ വിചാരിച്ച് സ്വപ്നമായിരിക്കും, എങ്കിലും രാവിലെ ആകുമ്പോഴത്തേക്കും പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ശരിയാവും. പക്ഷേ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടൊന്നും ശരിയായില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥന കൂട്ടി, ജപമാലകൾ കൂട്ടി, പക്ഷേ കിട്ടിയില്ല. പക്ഷേ എങ്കിലും എവിടെയൊക്കെ ഞാൻ പോകുന്നുണ്ടോ അന്നല്ല എൻ്റെ കൂടെ ജപമാലയുണ്ട്, മാതാവിൻ്റെ രൂപമുണ്ട്. കിട്ടുന്നില്ല, എനിക്ക് ഫീൽ കിട്ടുന്നില്ല. പക്ഷേ പ്രാർത്ഥനയുണ്ട്. ആ സമയത്താണ് എനിക്ക് പ്രിൻസിപ്പൽ പ്രൊമോഷൻ വരുന്നത്. ഞാൻ ജോയിൻ ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. കാര്യം എനിക്ക് മെസ്സേജൊന്നും കിട്ടുന്നില്ല. കാര്യം എല്ലാ കാര്യത്തിലും ഞാൻ പറയുന്നതാണ്, എനിക്ക് തിരിച്ച് മെസ്സേജ് കിട്ടാറുണ്ട്. ഞാൻ ജോയിൻ ചെയ്യേണ്ടെന്ന് തന്നെ കരുതി. അത് ഏകദേശം എല്ലാവരും ഞങ്ങളുടെ ലിസ്റ്റിലുള്ളവർ ജോയിൻ ചെയ്തു. 2 മാസത്തോളം ഞാൻ ജോയിൻ ചെയ്യാതെ ഞാൻ വർക്ക് ചെയ്യുന്ന മഹാരാജിൽ തന്നെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഷോക്കോസ് നോട്ടീസ് DC വന്നു, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കോളേജിയറ്റ് എഡ്യൂക്കേഷൻ. അവിടെ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഓൺ ദ സ്പോട്ട് എനിക്ക് റിലീവ് ചെയ്യേണ്ടി വന്നു. പെട്ടെന്ന് തന്നെ ഞാൻ ജോയിൻ ചെയ്യണം. ഞാൻ ഏതായാലും എനിക്ക് മനസ്സിലായി ഇത് ഇൻഡയറക്റ്റായിട്ട് ദൈവം ഇടപെട്ടതാണ് എന്നെ ജോയിൻ ചെയ്യിപ്പിക്കാനായിട്ട്. പക്ഷേ എൻ്റെ അടുത്ത് വരുന്നില്ല. ഞാൻ എന്തായാലും ജോയിൻ ചെയ്തു. ഞാനൊരു കോൺവെൻറ്റിലാണ് അവിടെ നിന്നത്. രാവിലെയൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് ഫീൽ കിട്ടുന്നില്ല. എങ്ങനെയോ എത്രയോ ദിവസങ്ങൾ, ഒരു 2025 സെപ്റ്റംബർ വരെ ഏകദേശം അങ്ങനെ അങ്ങോട്ട് പോയി, ഒരു ഫീലും ഇല്ലാതെ. എന്നാൽ 2025 സെപ്റ്റംബർ ഒക്ടോബർ ആദ്യ ആഴ്ചയോടെ പൊളിറ്റിക്കൽ ഇഷ്യൂ സ്റ്റുഡൻസിൻ്റെ നല്ലതായിട്ട് നടക്കുക. കൊടിമരം മാറ്റുന്നു, പലതായി ഭയങ്കര ഇഷ്യൂ ആയി. പോലീസ് കേസുകൾ പലതും വരുന്നുണ്ട്. ആ പോലീസ് കേസുകളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു സൊല്യൂഷൻ കൊടുക്കാനോ ഒന്നും കിട്ടുന്നില്ല. സാധാരണ ഏത് കേസിലും എനിക്ക് എന്തെങ്കിലും മെസ്സേജ് വരാൻ പോണ സംഭവം പോലും ചെറുതായിട്ട് എനിക്ക് പരിശുദ്ധാത്മാവ് എൻ്റെ മനസ്സിലൂടെ പ്രവർത്തിക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. എനിക്കൊന്നും കിട്ടുന്നില്ല. ഞാൻ ലീവ് എടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് നിന്നു. എടപ്പള്ളി പോയി പ്രാർത്ഥിച്ചു. പക്ഷേ മാതാവിനെ നോക്കാൻ നേരത്ത്, എടപ്പള്ളിയിൽ ഇരിക്കുന്ന ഒരു മാതാവിനെ നോക്കാൻ നേരത്ത് അവിടെ ഗ്രോട്ടോയുണ്ട്. അവിടെ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് പുഞ്ചിരിക്കണം മാതാവിൻ്റെ രൂപമാണ് പണ്ടെല്ലാം ഫീൽ ചെയ്ത്. പക്ഷേ ഇതെനിക്കൊന്നും ഫീൽ കിട്ടുന്നില്ല. കൊന്തയിലിട്ടൊന്നും കിട്ടുന്നില്ല. എനിക്ക് മനസ്സിലായി എനിക്ക് ഒരു സൊല്യൂഷൻ പറ്റണില്ല. കുർബാന കണ്ടു ആ ആഴ്ചത്തെ, അതായത് ഒക്ടോബർ 12-ാം തീയതി രാവിലെ കുർബാനയിലൂടെ കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷെ അതും കിട്ടിയില്ല. 6 മണിയായപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് പിറ്റേ ദിവസം പോകാൻ തോന്നുന്നില്ല, മൺഡേ. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രൂപത്തിൻ്റെ അടുത്ത് ഞാൻ കൃപാസന പത്രം ഞാൻ തന്നെ വെച്ചതായിരുന്നു. പെട്ടെന്ന് എനിക്കത് സ്ട്രൈക്ക് ചെയ്തു. ഞാൻ ആ കൃപാസന പത്രം എടുത്ത് ജോസഫ് അച്ഛൻ്റെ ആർട്ടിക്കിളൊന്ന് വായിച്ചു നോക്കി. എനിക്കെന്തോ പോസിറ്റീവ് എനർജി. ഞാൻ പിന്നെ അതിൻ്റെ അകത്താണ് ഡെയിലി ബ്രെഡ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് തന്നെ.
അപ്പോൾ ഡെയിലി ബ്രെഡ് ഞാൻ കണ്ടു കഴിഞ്ഞാൽ അത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പം തന്നെ ഞാനത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ എനിക്ക് എന്തോ ഒരു പോസിറ്റീവ് എനർജി, ഒരു മാനസികമായിട്ട് എന്തോ ഒരു സന്തോഷം കിട്ടണ പോലെ ഒരു ഫീലിംഗ് തോന്നി. അതിനുശേഷം ഞാൻ ആ കൃപാസന പത്രം ഒക്ടോബറിലായിരുന്നു. ഈ കൃപാസന മാതാവ് തന്നെയാണ് അതിൻ്റെ അകത്തുള്ള ഫോട്ടോ. ആ ഫോട്ടോയിൽ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എന്നോട് തന്നെ പറയുന്ന പോലെ തോന്നി, നീ ഭയപ്പെടേണ്ട, നിൻ്റെ കൂടെ ഞാനുണ്ട്, ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. അതായത് ഇത്രയും നാളും എന്നിൽ നിന്ന് മാറിയുന്നത് എൻ്റെ എന്തോ പ്രവർത്തനത്തിൻ്റെ പ്രശ്നം കൊണ്ടായിരുന്നെന്ന് എനിക്കപ്പം നന്നായിട്ട് മനസ്സിലായി. എന്തായാലും നല്ല സന്തോഷത്തോടെ പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി. പിറ്റേ ദിവസം നല്ല എനർജിയോടെ പോയി. പിന്നെ ഭയങ്കര സൊല്യൂഷനായിരുന്നു. ഞാനല്ല സൊല്യൂഷൻ പറയുന്നത്, എൻ്റെ ക്യാബിനിലോട്ട് വരാൻ നേരത്ത് പിള്ളേരും സമാധാനം, അവരും സന്തോഷത്തോടെ പോകുന്നു. ഇലക്ഷൻ്റെ റിസൾട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നും വളരെ സമാധാനപരമായിട്ട് പോലീസുകാരൊന്നും വേണ്ടി വന്നില്ല. അവർ തന്നെ സൊല്യൂഷൻ എല്ലാം ഡെവലപ്പ്. അമ്മ മാതാവിൻ്റെ മുമ്പിൽ ഇരിക്കേണ്ടതെന്ന് എനിക്ക് സന്തോഷത്തോടെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതോടെ പ്രശ്നങ്ങളെല്ലാം വളരെ ക്ലിയറായിട്ട് സോൾവ് ചെയ്തു. ഞാൻ ഈ ഒക്ടോബർ 12 തീയതി ഈ കൃപാസന പത്രം വായിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ അതിൻ്റെ അകത്ത് അഖണ്ഡ ജപമാല റാലിയുടെ കാര്യം ഉണ്ടായിരുന്നു. ഞാൻ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കുന്ന അന്ന് തന്നെ തീരുമാനിച്ചതാണ്. എനിക്കിപ്പോൾ സൊല്യൂഷനൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു. എനിക്ക് എൻ്റെ ഉദ്ദേശം ദൈവമാതാവിൻ്റെ കൂടെ ഉണ്ടാവണം. അതുവഴി ദൈവത്തിനെ പെട്ടെന്ന് എനിക്ക് ഒരു ഫീൽ ചെയ്യാൻ പറ്റണം, അത് മാത്രമേ ഉണ്ടായുള്ളൂ. അത് ഏതായാലും എനിക്കത് സാധിച്ചു. ഞാൻ അഖണ്ഡ ജപമാല റാലിയിലും പങ്കെടുത്തു. അതിനുശേഷം പിന്നീട് മാതാവ് തന്നെ എന്നോട് ചോദിച്ചു, നിൻ്റെ വിശ്വാസം ക്രമപ്പെടുത്തണം. കാര്യം ദൈവം എല്ലാമാണ്, എല്ലാവരിലുമാണ്. ആ ഒരു മെസ്സേജ് എനിക്ക് കിട്ടിയിട്ടില്ല. കാര്യം എനിക്ക് മാത്രം എന്നുള്ള ഒരു രീതിയായിരുന്നു എൻ്റെ അതുവരെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അതെനിക്ക് ക്ലിയറായിട്ട് മനസ്സിലായി. അതോടെ ഞാൻ ഡിസംബർ 3 തീയതി ഉടമ്പടി എടുത്തേ പിന്നെ എല്ലാം എനിക്ക് സിസ്റ്റമാറ്റിക് ആയിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസപൂർണ്ണത കൈവരിക്കുക എന്ന് പറയുന്നത് നമുക്ക് ട്രെയിനിങ്ങിലൂടെ, സാധാരണ മനുഷ്യർക്ക് ട്രെയിനിങ്ങിലൂടെ മാത്രമേ പറ്റുള്ളൂ. അതിലുള്ള ഒരിടം തന്നെയാണ് ഇത്. എനിക്കത് വളരെയധികം സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ മനസ്സിലായി. നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും സൊല്യൂഷൻ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. കാര്യം ആ ട്രെയിനിങ് ആണ് നമുക്ക് കിട്ടണേ. ബൈബിൾ നല്ലപോലെ വായിക്കുന്നുണ്ട്. ബൈബിൾ വായനയിലൂടെ എനിക്ക് നന്നായിട്ട് ഒന്ന് മനസ്സിലാക്കാനും കൂടെ സാധിക്കാറുണ്ട്. വിശ്വാസപൂർണ്ണതയിലൂടെ ആ ട്രെയിനിങ്ങിലൂടെ കിട്ടുന്ന വഴി നമുക്ക് നല്ല ഒരു ചൈതന്യം നമ്മുടെ മനസ്സിൽ തന്നെ ഫീൽ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് മനസ്സിലാകുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ഡെയിലി എല്ലാ പ്രാവശ്യവും ഈ പേപ്പർ എടുക്കാൻ നേരത്ത് നമ്മുടെ കൃപാസന പത്രം വളരെ സന്തോഷത്തോടു കൂടെ തന്നെയാണ് എടുക്കുന്നത്. ആ കൃപാസന പത്രം വളരെ സന്തോഷത്തോടെ പുതിയ രീതികളിൽ ഒന്ന് ആളുകളിലേക്ക് പകരാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതേപോലെ തന്നെ വൃദ്ധസദനങ്ങൾ സന്ദർശിക്കാറുണ്ട്. എൻ്റെ 10% സാലറി തന്നെ ഞാൻ അതിനു വേണ്ടി മാറ്റി വയ്ക്കാറുണ്ട്, കൊടുത്തിട്ടുമുണ്ട്. ഈ ഉടമ്പടിയിലുള്ള ഉടമ്പടിയിലൂടെ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂർണ്ണത കൈവരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാണ്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.